പ്രസന്റിൽ ഡാമറിന്റെ ഒഹായോയിലെ വീട്ടിൽ നിന്നും ആദ്യം ഡംബലിന് തലക്കടിയേറ്റ് മരിച്ച ആ പയ്യന്റെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് കണ്ടെടുക്കുവാവും. അതെന്തിനാണ് അങ്ങനെ അവിടെ വിതറിയതെന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചോദിക്കുമ്പോൾ ഡാമർ പറയും, ആ സമയം ഞാൻ പേടിച്ചു പോയിരുന്നു. അവന്റെ എല്ലുകൾ പൊടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. കാരണം എല്ലിന്റെ അകംഭാഗമൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ എല്ലെല്ലാം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് പൊടിച്ചു. എന്നിട്ട് അവന്റെ പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അതവിടെ വിതറിയതെന്ന്. ഡാമറിന് സ്പ്ലാങ്ക്നോഫീലിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നതായിട്ട് ഇൻവെസ്റ്റിഗേഷന് സഹായിച്ച സൈക്കോളജിസ്റ്റ് ഡാമറിനോട് പറഞ്ഞെന്ന് അവൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് പറയും. ആ കൊലയ്ക്ക് ശേഷം അവൻ ഒരുപാട് നാളത്തേക്ക് ഒന്നും ചെയ്യാതെ സൈലന്റ് ആയിരിക്കും. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഡാമറിന്റെ അച്ഛനും പുള്ളിയുടെ പുതിയ ഗേൾഫ്രണ്ടുമായ ഷരിയും കൂടി വീട്ടിലേക്ക് വരും. അപ്പോഴാണ് പുള്ളി അറിയുന്നത് ഡാമറിന്റെ അമ്മ അവനെ അവിടെ ഒറ്റയ്ക്കാക്കി പോയിട്ട് 3 മാസമായെന്ന്. ഡാമറിന്റെ അപ്പോഴത്തെ അവസ്ഥയും അമ്മ അവനെ ഒറ്റയ്ക്കാക്കി പോയതുമൊക്കെ അറിഞ്ഞ് ഡാമറിന്റെ അച്ഛൻ അവനെയും കൂട്ടി പുറത്തു വന്ന് അവനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അവന്റെ താല്പര്യങ്ങളും ഫ്യൂച്ചറിനെ പറ്റിയുമൊക്കെ. പക്ഷെ അവന്റെ ഫീലിംഗ്സിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഡാമറിന്റെ അച്ഛൻ വിഷയം മാറ്റിയിട്ട് അവന് കോളേജിൽ അഡ്മിഷൻ വാങ്ങുന്ന കാര്യം പറയും. പുള്ളി ഡാമറിന്റെ സെക്സ്വാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത് അവന്റെ ജീവിതത്തിലെ ഒരു ഫേസ് ആയിട്ടാണ് പുള്ളി കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അതെല്ലാം തനിയെ ശരിയാക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. സത്യം പറഞ്ഞ ഡാമറിന്റെ അച്ഛന്റെ ഈ ഒരു തെറ്റാണ് പിന്നെയുള്ള എല്ലാ കൊലകളുടെയും ഒരു കാരണമായിട്ട് മാറിയേക്കുന്നത്.